ഇനി സ്വന്തമായിട്ട് ഞങ്ങൾക്ക് അനുസരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, ഞങ്ങളുടെ ബലം കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞ് സെൽഫ് റൈച്ചസ് ആയിട്ടിരുന്ന, സ്വയം നീതിയിൽ ജീവിക്കുന്ന ആ പരീശന്മാരും ശാസ്ത്രിമാരും കർത്താവ് ആ ചെയ്ത കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അതിശയിച്ചു എന്ന് മാത്രമല്ല, അവരുടെ സ്വയം നീതി അതോടെ പോയി കാണും. കാരണം അവർക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. അവരുടെ സ്വന്തം നീതി കൊണ്ട് അവരുടെ ശരീരങ്ങളെ പുതുക്കാൻ അവർക്ക് കഴിയില്ല. അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവർ തോറ നന്നായി അനുസരിച്ച് കറക്റ്റായിട്ടുള്ള രീതിയിൽ എല്ലാ ശുദ്ധീകരണ നിയമങ്ങളും പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ മശീഹ വരും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആ മശീഹ വന്നു കഴിഞ്ഞ് അവരുടെ മുമ്പിൽ നിൽക്കുന്നു, എന്നിട്ടും അവർക്ക് മനസ്സിലായില്ല ഇത് മശീഹയാണെന്ന്. എന്ന് മാത്രമല്ല, അവർ അടുത്ത എന്താ പ്രതീക്ഷിക്കുന്നത്? മശീഹ വരും, അവരുടെ ആലയത്തെ ശുദ്ധീകരിക്കും. മശീഹ ഇപ്പോൾ ഓരോ ആൾക്കാരെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവാലയം ചെയ്യേണ്ട പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടും അവർക്ക് കാണാൻ മേല. മെസ്സിയ വന്ന് ആലയത്തെ ശുദ്ധീകരിക്കും, ആളുകളെല്ലാം അവൻ്റെ കൂടെ കൂടും. ഇത്രയും ആളുകൾ, പുരുഷാരം വലുത്, യേശുവിൻ്റെ കൂടെ കൂടിയിട്ടും ഇവരുടെ കണ്ണുകൾ തുറക്കുന്നില്ല. മാത്രമല്ല, മെസ്സിഹ ഇവരെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും റോമക്കാരുടെയും അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കും. യേശു ക്രിസ്തു വന്നിരിക്കുന്നത് പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും റോമക്കാരുടെയും മാത്രം അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാനല്ല, മരണത്തിൻ്റെ തന്നെ, ദ്രവത്വത്തിൻ്റെ തന്നെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. കർത്താവ് ചെയ്ത ഓരോ അത്ഭുതങ്ങളും വാസ്തവത്തിൽ വരാനിരിക്കുന്ന രാജ്യമുണ്ടല്ലോ, കർത്താവ് മടങ്ങി വന്ന ശേഷം ഈ ലോകത്തെ ദൈവം പൂർണ്ണമായും വീണ്ടെടുക്കും. ഈ ലോകത്തെ ദൈവം ശുദ്ധീകരിക്കും. ഈ ലോകത്തെ ദൈവം റെനോവേറ്റ് ചെയ്യും. അതിനുശേഷം കർത്താവിൻ്റെ മക്കളെല്ലാവരും കൂടെ പുതിയ ശരീരങ്ങളോടുകൂടെ ഇവിടെ കർത്താവിനോട് കൂടെ വാഴും. ആ പുതിയ ശരീരം എന്ന് പറയുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ കിട്ടിയ ആ ശരീരം പോലത്തെ ശരീരമാണ്. അതിനാണ് നമ്മളെല്ലാം വിശ്വസിച്ചിരിക്കുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ, ശാരീരികമായി ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം വ്യർത്ഥമാണ് എന്നാണ് പൗലോസ് പറയുന്നത്. ആ ശാരീരികമായ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനം പ്രാപിച്ച ശരീരം പോലെയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള, ഒരിക്കലും മരിക്കാത്ത, ഒരിക്കലും ദ്രവിക്കാത്ത ശരീരങ്ങളെ ദൈവം നമുക്ക് തരുമെന്നാണ് ദൈവം പറയുന്നത്. ഈ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതിലൂടെ കർത്താവ് അതിലേക്ക് ഒരു വിൻഡോ തുറന്നു കൊടുക്കുകയാണ്, ഒരു ജനൽ തുറന്നു കൊടുക്കുകയാണ് ഈ പരീശന്മാർക്ക്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ശുഭഭാവി ഉണ്ടല്ലോ, കർത്താവ് മടങ്ങി വരും, കർത്താവ് മടങ്ങി വന്ന ശേഷം നമുക്ക് എല്ലാവർക്കും പുനരുത്ഥാന ശരീരങ്ങൾ ലഭിക്കും, നമ്മൾ അവനോട് കൂടെ വാഴും. ആ ശുഭഭാവി ഇതാ എന്നിൽ കൂടെയാണ് വരുന്നത്. ആ ശുഭഭാവി ഇതാ വരാൻ തുടങ്ങിയിരിക്കുന്നു. ആ ശുഭഭാവി ഇതാ വന്ന് കഴിഞ്ഞിരിക്കുന്നു. ഈ മനുഷ്യന്റെ ശരീരത്തെ ദൈവം പുതുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് സ്വന്തം നീതിയിൽ ആശ്രയിച്ചു കൊണ്ടിരുന്ന പരീശന്മാരുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നം വെക്കുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങളുടെ സ്വന്തം നീതി കൊണ്ട് ആ പുതിയ ശരീരം നിങ്ങൾക്ക് കിട്ടൂല. എന്നാൽ ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവൻ്റെ ശരീരത്തെ ഞാൻ പുതുക്കുകയാണ്, ഞാൻ ശുദ്ധമാക്കുന്നു, അതിലൂടെ ഇവൻ്റെ ശരീരത്തെ ഞാൻ പുതുക്കുന്നു. ഇവനെ നിങ്ങളുടെ സിനഗോഗിൽ നിന്നും നിങ്ങളുടെ സമൂഹത്തിൽ നിന്നും ഓടിച്ച് ഇറക്കി വിട്ടു. കാരണം എന്താണ്? ഇവന് കുഷ്ഠമുണ്ട്. പാപം കാരണമായിരിക്കും ഇവനെ കുഷ്ഠം വന്നിരിക്കുന്നത്. ഇവന്റെ കുഷ്ഠത്തെയോ പാപത്തെയോ പരിഹരിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു റെമഡിയും ഇല്ല. നിങ്ങൾക്ക് ഇവനെ സൗഖ്യമാക്കാൻ റിഫാംസിൻ ഇല്ല, നിങ്ങൾക്ക് ഇവനെ സൗഖ്യമാക്കാൻ ഹോമിയോപ്പതി മരുന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഇവനെ വീണ്ടെടുക്കാനും ഇവനെ ദൈവത്തിന്റെ ഭാഗത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവാലയത്തിൽ ഇവൻ വന്ന് നൃത്തം ചെയ്യത്തക്ക രീതിയിൽ ഇവനെ അഭിഷേകം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ദൈവിക സാന്നിധ്യം നിങ്ങളുടെ കയ്യിലില്ല. എന്നാൽ ഇതാ കണ്ടോളൂ, ഞാൻ ദൈവ സാന്നിധ്യം, മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യമാണ്. ആ ദൈവ സാന്നിധ്യമാണല്ലോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞാനാണ് നടന്നുകൊണ്ടിരിക്കുന്ന ആലയം, ഞാനാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ ആലയം, എന്നാലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പരീശന്മാരെ, ശാസ്ത്രിമാരെ, നിങ്ങളുടെ സ്വന്തം നീതി കൊണ്ട് നിങ്ങൾ അധ്വാനിച്ച് നീതികൾ ചെയ്തിട്ട് പ്രാപിക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ ഒരു പുനരുത്ഥാനം ഉണ്ടല്ലോ, അവസാനം വരുമ്പോൾ കർത്താവ്, ഞങ്ങളിങ്ങനെ ശുദ്ധീകരണ നിയമങ്ങളൊക്കെ പാലിച്ചു നിന്ന് കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് പുനരുത്ഥാനം തരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ആ പുനരുത്ഥാനം അങ്ങനെയല്ല വരുന്നത്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്താലാണെന്ന് സംഭവിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവനോടെ ഇരുന്ന് എന്നെ ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അവൻ ഒരു നാൾ മരിക്കുകയില്ല. ഇവിടെ അതുപോലത്തെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യരെല്ലാവരും അതിശയപ്പെട്ട് ഇരിക്കുകയാണ്. എന്നാൽ അവർക്ക് പിന്നെയും മനസ്സിലാകുന്നില്ല. എന്താ അവർക്ക് മനസ്സിലാകാത്തത്? ഒരിക്കലും ദൈവ സാന്നിധ്യത്തോട് അടുക്കാൻ സാധിക്കാത്ത ഈ മനുഷ്യൻ,
ഈ കുഷ്ഠരോഗി. മുഴുവനായും സഭയിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന ഈ കുഷ്ഠരോഗി ഇപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി ദൈവാലയത്തിലേക്ക് കടന്നു പോകാൻ പോവാണ്. ദൈവസാന്നിധ്യം ആ ദൈവാലയത്തിൽ ഉണ്ടോ? ഇല്ല. ആ ദൈവാലയത്തിലേക്ക് ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടാണ് ഇവൻ പോകുന്നത്. ഇവർക്ക് അതുപോലും കാണാൻ സാധിക്കുന്നില്ല. ഇവരുടെ സ്വയം നീതി കൊണ്ട് ഇത് നേടാൻ സാധിക്കില്ല. ഇത് കർത്താവ് തരുന്ന നീതിയാണ്, കർത്താവിൻ്റെ സ്പർശനത്താൽ ലഭിക്കുന്ന നീതിയാണ്. ആ നീതി ലഭിച്ചാൽ കർത്താവ് ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി പാപപരിഹാരം നടത്തിക്കൊണ്ടിരിക്കുക. ആ പാപപരിഹാരത്തിൽ ഇവർ വിശ്വസിച്ച അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. ഇവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വരും. ഇവർക്ക് പിന്നീട് ഒരിക്കലും ദ്രവിക്കാത്ത എന്നേക്കുമായി ജീവിക്കുന്ന പുനരുത്ഥാന ശരീരങ്ങൾ ലഭിക്കാനായിട്ടിടയാകും. അങ്ങനെ മാത്രമേ ഇത് സാധ്യമാകൂ. കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു അത്ഭുതത്തിൽ കൂടെ ഉറപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു, പാപത്തിൻ്റെ ഒറിജിൻ ഹൃദയത്തിലാണെന്ന് കർത്താവ് അവിടെ പറഞ്ഞു. അത് കർത്താവ് ഇവിടെ കാണിക്കുന്നു. ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന നിലവിളി കേട്ടിട്ട് ഇവനെ സൗഖ്യമാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, സ്വന്തം നീതിയാൽ ഒരു മനുഷ്യനും ഈ ന്യായപ്രമാണത്തെ മുഴുവനായിട്ട് അനുസരിക്കാൻ സാധിക്കില്ല. ഈ ന്യായപ്രമാണ പ്രകാരം പെർഫെക്റ്റ് ആവാൻ സാധിക്കില്ല. അതിന് ദൈവപ്രവൃത്തി വേണം, ദൈവത്തിൻ്റെ ടച്ച് വേണം. അതും കർത്താവ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ചെയ്ത ഓരോ അത്ഭുതവും വരാനിരിക്കുന്ന രാജ്യത്തിലേക്കുള്ളൊരു ജനലാണ്. ആ വരാനിരിക്കുന്ന രാജ്യത്തിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഊനവുമില്ലാത്ത, ഒരു കുഷ്ഠവുമില്ലാത്ത, തകർച്ചയില്ലാത്ത, തളർച്ചയില്ലാത്ത, ഒരു രീതിയിലും ആർക്കും എടുത്തു മാറ്റി കളയാൻ സാധിക്കാത്ത, എന്നേക്കുമായി ജീവിക്കുന്ന പൂർണ്ണ പരിശുദ്ധിയുള്ള ശരീരങ്ങൾ ലഭിക്കും. ആ ശരീരങ്ങൾ പൂർണ്ണ വിശുദ്ധിയുള്ള, പൂർണ്ണമായും എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുന്ന ശരീരങ്ങൾ, ആ ശരീരങ്ങൾ കർത്താവിന് മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് കർത്താവ് കാണിക്കുക. മാത്രമല്ല, ഇവർ ഈ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളെ വലിച്ചു നീട്ടി ശബത്തിനെ വലിച്ചു നീട്ടി, വിഗ്രഹാരാധനയുടെ കൽപ്പനയെ വലിച്ചു നീട്ടി, അങ്ങനെ വലിച്ചു നീട്ടിയിട്ട് ആർക്കും അനുസരിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ടല്ലോ. കർത്താവ് അപ്പുറത്ത് മത്തായി 5, 6, 7 കൊലപാതകത്തെ വലിച്ചു നീട്ടി കോപത്തോടും ക്രോധത്തോടും തുല്യമാക്കി, വ്യഭിചാരത്തെ വലിച്ചു നീട്ടി ചിന്തകളോട് തുല്യമാക്കി. ഈ വലിച്ചു നീട്ടൽ ഏർപ്പാട് നിങ്ങൾ നിർത്തണം എന്നുകൂടെ കർത്താവ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ അതൊരു ഹിപ്പോക്രസിയാണ്. നിങ്ങൾ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രമാണം, മറ്റുള്ളവർക്ക് വേണ്ടി വേറൊരു പ്രമാണം. നിങ്ങളുടെ മാനദണ്ഡങ്ങൾ ശരിയല്ല. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്നത് പോലെ നിങ്ങളും വിധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പം വിധിച്ചു വെച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ കുഷ്ഠരോഗി. നിങ്ങൾ വിധിച്ച ആ വിധി പ്രകാരം ഈ കുഷ്ഠരോഗി നരകത്തിലേ പോകാൻ പാടുള്ളൂ. പക്ഷെ ഇപ്പൊ ഇവൻ അങ്ങോട്ടാണ് പോകുന്നത്, ദൈവാലയത്തിലേക്കും പുരോഹിതന്റെ അടുക്കലേക്കും സൗഖ്യമായെന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് കുടുംബത്തിലേക്കും പിന്നീട് വരാനിരിക്കുന്ന രാജ്യത്തിലേക്കും. ഇവന്റെ മേൽ ദൈവത്തിന്റെ സ്പർശനം ഓൾറെഡി വന്നു കഴിഞ്ഞു. നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ഇവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഉപയോഗിച്ച അതേ മാനദണ്ഡ പ്രകാരം നിങ്ങളെ ദൈവം വിധിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇവനെ വിധിച്ചു, നിങ്ങൾ ഇവനെ രക്ഷിക്കുന്നതിന് പകരം, രക്ഷപ്പെടുത്തുന്നതിന് പകരം ഇവനെ പുറത്താക്കുക ചെയ്തത്, ഇവനെ കളിയാക്കുക ചെയ്തത്. നിങ്ങൾ ഉപയോഗിച്ച അതേ മാനദണ്ഡ പ്രകാരം ദൈവം നിങ്ങളെ വിധിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കും. അതാണ് കർത്താവ് ഇവിടെ അവരെ നോക്കിയിട്ട് പിന്നീട് വിശദീകരിക്കുന്നത്. കർത്താവ് പറയാണ്, രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ ഇവനെ പോലുള്ള ആൾക്കാരെയൊക്കെ വിധിച്ച്, ഈ ചുങ്കക്കാരെയും പാപികളെയും ഒക്കെ വിധിച്ച്, നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ന്യായപ്രമാണത്തെ വ്യാഖ്യാനിച്ച് വലിച്ചു നീട്ടി ഒരു ഭാഗത്തെ മറ്റുള്ളവർക്ക് അനുസരിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ട് അവരെ വിധിച്ചിട്ട് അവരെ പുറത്താക്കുന്നു. ഞാൻ വന്നത് ഇവരെയൊക്കെ അകത്താക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇവരെ തള്ളിക്കളയാൻ വേണ്ടിയല്ല, ഇവരെ തിരിച്ച് ചേർക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങൾ ഇവരെ പുറത്താക്കുന്നത് പോലെ തന്നെ ദൈവവും നിങ്ങളെ പുറത്താക്കും എന്നാണ് കർത്താവ് ആ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ വിധിച്ച അതേ വിധിയാൽ ദൈവം നിങ്ങളെ വിധിക്കും. നിങ്ങൾ ന്യായപ്രമാണത്തെ വലിച്ചു നീട്ടിയില്ലേ? നിങ്ങൾ ന്യായപ്രമാണത്തെ ആർക്കും അനുസരിക്കാൻ മേലാത്ത രീതിയിൽ വലുതാക്കിയില്ലേ? അതേമാതിരി കർത്താവ് നിങ്ങളോടുള്ള ബന്ധത്തിലുള്ള ന്യായപ്രമാണം വലുതാക്കും. എന്നിട്ട് നിങ്ങൾ വിധിച്ച അതേ വിധിയാൽ ദൈവം നിങ്ങളെ വിധിക്കും. അപ്പോൾ
ഈ പറയുന്ന കുഷ്ഠരോഗിയും ആ ചുങ്കക്കാരനും പാപിയും ദൈവാലയത്തിലേക്ക് കടക്കും. നിങ്ങളോ ഏറ്റവും ഇരുട്ടുള്ള നരകത്തിലേക്ക് തള്ളപ്പെടും. ഈ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ശേഷം